ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പോകുന്നത് കോതമംഗലത്തോട്ടാണ്. ഇന്ന് എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ മാത്രമല്ല, നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഒപ്പം നമ്മുടെ നാത്തൂൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഹരിക്ക് ഇവിടെ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ച സമയത്ത് ഇറങ്ങിയോണ്ട് തന്നെ വയറ് നല്ല പോലെ വിശന്നു. നമ്മളങ്ങനെ ഒരു ഹോട്ടലിൽ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു. നമ്മളെല്ലാവരും ബിരിയാണി ആയിരുന്നു. അച്ചാച്ചൻ ഊണും അമ്മ ചപ്പാത്തി ആട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ കോതമംഗലത്തോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല വിശേഷങ്ങളും പറയുന്നുണ്ട്. രാഷ്ട്രീയവും പാട്ടും നമുക്കറിയാവുന്ന എന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ രാത്രി നമ്മളൊരു 8 മണിയല്ല, ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തി. നേരെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെയൊക്കെ സെറ്റാക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല, നാത്തൂൻ്റെ ചേട്ടനും ഉണ്ട്, അവിടുത്തെ അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട്, കുട്ടിയുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ നിന്ന് അത്രയും ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. കുറേ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ഒരു ചെറിയ ആഗ്രഹം നടന്നെന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നു, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ചേട്ടൻ വന്നിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കുവാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ പണിയിലൊക്കെയായി അടുത്തൊരു യൂട്യൂബറിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും യൂട്യൂബർമാരായതുകൊണ്ട് നമ്മളെല്ലാവർക്കും വീഡിയോ എടുക്കൽ തന്നെയാണ് പണി. അവിടുത്തെ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതലും. അപ്പം നമ്മളെല്ലാവരും ഞങ്ങൾക്ക് 3 പേർക്ക് ചാനലുണ്ട്. എനിക്കുണ്ട്, നാത്തൂനുണ്ട്, അനിയത്തിക്കുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ തകർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആമി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കുഞ്ഞാണേ, ആമിയും വിഷു ബേബിയും ഐനൂസിനെയും കൂടെ നിർത്തി കേട്ടോ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിനി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റാണിത്. ഇത് ഐനുവാവയ്ക്ക് എൻ്റെ വകയുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഐനുവാവയുടെ 28ൻ്റെ സമയത്ത് ഒരു മാമി എന്നുള്ള നിലയിൽ എനിക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിനുള്ളൊരു പാങ്ങില്ലായിരുന്നെന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ഇന്ന് ഞാൻ ഐനുവാവയ്ക്ക് എൻ്റെ മനസ്സിന് ആഗ്രഹിച്ച ഒരു കമ്മൽ ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ. ഐനുവാവയ്ക്ക് മാത്രമല്ല, നമ്മൾ ആമിക്കുട്ടിക്കും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഹരിയുടെ ചേട്ടൻ, അതായത് വിഷ്ണു ചേട്ടൻ ഐനൂസിന് കൊടുത്ത ഡ്രസ്സാണ്. അതിനുശേഷം ഇത് എൻ്റെ അനിയത്തി ഐനൂസിന് വേണ്ടി വാങ്ങിച്ചൊരു സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, സർപ്രൈസായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ അതിന് മുമ്പേ അവരുടെ വളരെ അടുത്തൊരു ചേട്ടൻ സൈക്കിൾ വാങ്ങിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ സർപ്രൈസ് പൊട്ടിക്കേണ്ടി വന്നു. അപ്പം നമ്മൾ അവരോട് ഇതറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ നിങ്ങൾ സൈക്കിൾ വാങ്ങിക്കില്ലേ, നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഐനൂസിന് സൈക്കിളിന് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് പിങ്ക്. അപ്പം നമ്മൾ അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചെന്ന് പറയാം. ആദ്യം നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ബ്ലൂ കളർ ആയിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ഐനൂസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതാണ്ട് ഈ ഒരു പിങ്ക് കളറാണ്. പിന്നെ ഇത് അച്ചാച്ചൻ്റെ അമ്മയുടെയും വക ഐനൂസിനൊരു ചെറിയ ഗിഫ്റ്റാണ്. ഇത് ഐനൂസിനൊരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഐനൂസിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വളരെ വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എൻ്റെ 3 വർഷത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഐനൂസിനൊരു കമ്മൽ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്തായാലും ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.